നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് കരുത്തോടെ നയിക്കുന്ന നിലപാടുകളിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കേരള സമൂഹത്തിനാകെ ആദരണീയനായ NSS ജനറൽ സെക്രട്ടറി ശ്രീ ജി സുകുമാരൻ നായർ, യോഗത്തിന്റെ അധ്യക്ഷൻ, NSSന്റെ സമാരാധ്യനായ അധ്യക്ഷൻ ഡോക്ടർ M ശശികുമാർ, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പ്രിയങ്കരനായ കോട്ടയം MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന NSS ട്രഷറർ NV അയ്യപ്പൻപിള്ള, സംസ്ഥാന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ ശ്രീ KB ഗണേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ, ശ്രീ ഹരികുമാർ കോയിക്കൽ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന നായകസഭയിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തികഞ്ഞ അഭിമാന ബോധത്തോടെയാണ് 148ാമത് മന്നം ജയന്തി ആഘോഷ പരിപാടികളിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. ഞാനിതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മഹാന്മാരായ നിരവധി വ്യക്തികൾ, രാജീവ് ഗാന്ധി മുതൽ ഡോക്ടർ S രാധാകൃഷ്ണൻ ഉൾപ്പെടെ മുൻ രാഷ്ട്രപതിയായ KR നാരായണനും ശ്രീ K കരുണാകരനും ഉജ്ജ്വല നേതൃത്വങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്ത ഈ വേദിയിൽ എനിക്കൊരവസരം കിട്ടിയതിന് NSSനോടും എന്റെ ജനറൽ സെക്രട്ടറിയോടും പൂർണ്ണമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ ഉജ്ജ്വലമായ സ്മരണകളാണ് ഇവിടെ ഇരമ്പി നിൽക്കുന്നത്. പത്മനാഭ പ്രഭയിൽ പെരുന്ന പ്രശോഭിതമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഇത്തവണ കൂടുതൽ ആളുകൾ ഈ സമ്മേളനത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ അഗ്രഗണ്യനാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. കാലവും ചരിത്രവും അദ്ദേഹത്തെ ഏറ്റവും സമാദരണീയനായ വ്യക്തിത്വമായി എന്നും ഉയർത്തിക്കാട്ടുന്നു എന്നത് പ്രത്യേക ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മാമൂലികളിലും അന്ധവിശ്വാസങ്ങളിലും തളച്ചിട്ട ഒരു സമൂഹത്തെ പുരോഗതിയുടെ പാതയിലേക്ക് എത്തിക്കാനും നവോത്ഥാനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. അത് കേരള സമൂഹത്തിന് ഒരു പുതിയ വെളിച്ചം നൽകുന്നതായിരുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും ആണ്ടുകിടന്ന നായർ സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, കേരളത്തിനാകമാനം പുരോഗതിയുടെ വഴികൾ കാട്ടിക്കൊടുക്കാനും ശ്രമിച്ചു എന്നത് ഒരു വസ്തുതയാണ്. മന്നത്ത് പത്മനാഭൻ എന്ന മഹാമേരു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം നമ്മൾ ഓർത്തു നോക്കുക. അപ്പോഴാണ് ആ മനുഷ്യൻ എന്തെല്ലാമായിരുന്നു എന്ന്, നമുക്കായി എന്തെല്ലാം ചെയ്തുവെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ നൽകിയ കാര്യങ്ങൾ, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആരാധ്യനായ സമുദായ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ നായർ സമുദായം തയ്യാറാകണം. അധ്വാനിച്ച് ആഹാരം കഴിച്ചേ ഉറങ്ങാവൂ എന്ന നിശ്ചയം
സമൂഹത്തിലെ ആണിനും പെണ്ണിനും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. ഇതാണ് സമുദായ ആചാര്യൻ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അധ്വാനിക്കാൻ പറഞ്ഞു. മറ്റുള്ളവരെ പോലെ അധ്വാനിച്ച് ജീവിക്കാനും അതോടൊപ്പം തന്നെ ആണും പെണ്ണും ഒരുപോലെ അധ്വാനിച്ച് ജീവിക്കാനുമാണ് നമ്മളെ അദ്ദേഹം പഠിപ്പിച്ചത്. സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൌർബല്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്ന ആചാര്യനായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഒരുപക്ഷെ സ്വന്തം സമുദായത്തിന്റെ ശക്തി ദൌർബല്യങ്ങൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധ്യമല്ല. മാറ്റം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഓരോ വ്യക്തിയുടെയും പുരോഗതിയിലൂടെ മാത്രമേ സമുദായത്തിനും സമൂഹത്തിനും പുരോഗതി ഉണ്ടാകൂ എന്ന് ശരിയായ നിലയിൽ വിലയിരുത്തിയ വ്യക്തിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ. മന്നത്തെ മന്നം എന്നല്ല ശീഘ്രം എന്നാണ് വിളിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ കർമ്മകുശലത കണ്ടുകൊണ്ട് പ്രമുഖ അഭിഭാഷകനായിരുന്ന മള്ളൂർ ഗോവിന്ദപിള്ള നർമ്മം കലർത്തി പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഏത് കാര്യവും ശീഘ്രതയോടെ ചെയ്യാൻ കഴിയുന്ന, ഏതൊരു കാര്യവും വളരെ വേഗതയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ന് ഉള്ള സൗകര്യങ്ങളിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച അല്പം ചടഞ്ഞുകൂടാൻ തയ്യാറാകുന്ന സമുദായമെന്ന പേരുദോഷമുണ്ടായിരുന്നവർക്ക് മുമ്പിൽ അദ്ദേഹം സ്വന്തമായ മാതൃക കാണിക്കുകയാണ് ഉണ്ടായത്. NSSന്റെ ചരിത്രവും മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അത് അദ്ദേഹത്തിന്റെ ദിനചര്യ വിവരിക്കുന്ന അത്ഭുതകരമാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ അതിരാവിലെ 3:30 എഴുന്നേൽക്കും. ഒന്ന് ഓർത്തു നോക്കാം, 3:30 മണിക്ക് ഉണരും. പിന്നെ കുളിക്കാൻ പോകുന്നത് വരെ ഉള്ള സമയം കത്തുകൾക്ക് മറുപടി എഴുതുകയാണ്. തലേ ദിവസം തപാലിലൂടെ വന്നിരുന്ന പത്രമാധ്യമങ്ങൾ മുഴുവൻ വായിച്ചു തീർക്കും. കുളി കഴിഞ്ഞാൽ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 6 പ്രാതലിന് മുമ്പ് ഇതെല്ലാം നടക്കും. വൃത്തി ഏറ്റവും നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ശുചിത്വത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു. സമൂഹത്തിന്റെ വിശുദ്ധിയും വ്യക്തിപരമായ ശുദ്ധിയും പ്രത്യേകം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം ബദ്ധസ്ഥനായിരുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയും. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മകന്റെ അടുത്ത് ചെല്ലാൻ അമ്മയ്ക്ക് പോലും മടിയായിരുന്നത്രേ. അതായിരുന്നു മന്നത്ത് പത്മനാഭൻ. അകവും പുറവും സൗന്ദര്യമുള്ള ഒരു മഹാപുരുഷനായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ അടുത്ത സമയത്താണ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സുജാത ലിവിംഗ് ബിയോണ്ട് ഏജസ് എന്ന് പറഞ്ഞ് മന്നത്ത് പത്മനാഭനെ പറ്റി ഇംഗ്ലീഷിൽ ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി. എന്നോട് പലരും ആ പുസ്തകത്തെ പറ്റി പറഞ്ഞ് എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയില്ല. ആ പുസ്തകം മലയാളം അറിയാത്ത മറുനാടൻ മലയാളികൾക്കും മറ്റുള്ള ഭാഷക്കാർക്കും വായിച്ചാൽ മന്നത്ത് പത്മനാഭനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയും എന്നാണ് വായിച്ചുള്ളവർ എന്നോട് പറഞ്ഞത്. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും സ്വസമുദായത്തെ മോചിപ്പിക്കുന്നതിനും അദ്ദേഹം മാതൃക കാണിക്കുകയുണ്ടായി. വൈക്കം സത്യാഗ്രഹം സമയത്തെ നമുക്കൊരു സംഭവം ഓർമ്മിക്കാം. വൈക്കം സത്യാഗ്രഹം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹൽ വ്യക്തികളുടെ മുന്നിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു.